കോഴിക്കോട് ഫറോക്കിൽ ഭർത്താവ് മുത്തലാഖ് ചൊല്ലിയ യുവതിയും മകനും കഴിഞ്ഞ 9 ദിവസമായി കഴിയുന്നത് ഭർത്തൃവീടിന്റെ വരാന്തയിൽ. ഹസീനയ്ക്കും 9 വയസ്സുകാരനായ മകനുമാണ് ദുരവസ്ഥ. 5 വർഷം മുൻപാണ് ഫറോക്ക് സ്വദേശി മുഹമ്മദ് ഫാസിൽ ഹസീനയെ തലാഖ് ചൊല്ലിയത്. നിയമപോരാട്ടത്തിനൊടുവിൽ ഭർത്താവിനൊപ്പം ജീവിക്കാൻ കോടതി ഉത്തരവിട്ടെങ്കിലും മുഹമ്മദ് ഫാസിൽ വീട് പൂട്ടി മറ്റൊരിടത്തേക്ക് താമസം മാറ്റുകയായി. കഴിഞ്ഞ 8 ദിവസമായി സ്വന്തം വീടിൻ്റെ വരാന്തയിൽ ജീവിക്കുകയാണ് ഒരു അമ്മയും മകനും. അവരുടെ ഭർത്താവ് അവരെ തലാഖ് ചൊല്ലിയെന്ന് അറിയിച്ചു. പിന്നീട് കോടതിയെ സമീപിച്ച് ഭർത്താവിനൊപ്പം തന്നെ ജീവിക്കാനുള്ള കോടതി ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം വീട്ടിലേക്ക് എത്തിയപ്പോൾ ഭർത്തൃപിതാവ് വീട് പൂട്ടിയ ശേഷം പുറത്തേക്ക് പോവുകയായിരുന്നു. കഴിഞ്ഞ 8 ദിവസം ഒരാഴ്ചയിലധികമായി ഈ വരാന്തയിലാണ് ഇവർ കടന്നുറങ്ങുന്നത്. ഈ തണുപ്പുള്ള സമയത്ത് ഈ പുറത്തുള്ള ഈ വരാന്തയിൽ വിരിച്ചിരിക്കുന്ന ഈ കട്ടിൽ ഈ പായയിലാണ് കിടക്കുന്നത്. ഒപ്പം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, കിണറിലെ വെള്ളം ഇല്ല, കറണ്ട് വിച്ഛേദിക്കപ്പെട്ട അവസ്ഥ. എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് പറ്റിയതെന്ന്. എന്താണ് ഇവിടെ ഇങ്ങനെ കിടക്കാനുള്ളത് കാരണം? ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പോകുന്നതാണ് ഓർഡർ പ്രകാരം. ഭർത്താവ് വേഗം മാറി താമസിക്കുകയാണ്. ഭർത്താവ് വേറെ ഭാര്യയുടെയും കുട്ടിയുടെയും കൂടെ. ഭർത്താവ് പറഞ്ഞ് എന്നെ തലാക്ക് ചൊല്ലിയതാണെന്ന്. ഞാനറിയില്ല, എൻ്റെ വീട്ടുകാരും അറിയില്ല എന്നെ തലാക്ക് ചൊല്ലിയത്. എനിക്കല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പവൻ തരുക, 42 പവൻ എടുത്തത് തരുക. അതും ഭർത്താവ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെ എനിക്ക് മാനസിക ഇതാക്കി വെക്കുന്നുണ്ട്. ഇപ്പം നാട്ടിലെത്താം, അതും ഭർത്താവ് തെളിയിച്ച് തരുക എനിക്ക്. എത്ര നാളായി നിങ്ങളെ തലാഖ് ചൊല്ലിയെന്ന് പറഞ്ഞിട്ട്? ഞാൻ 2018 പെരുന്നാൾ കൂടാൻ പോയതാണ് എൻ്റെ വീട്ടിലേക്ക്. അതിന് ശേഷമാണ് ഭർത്താവ് തലാഖ് ചൊല്ലിയെന്ന് അറിയുന്നത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്ത് ഇങ്ങോട്ട് വരാൻ ശ്രമിച്ചില്ലേ വീട്ടിലേക്ക്? ശ്രമിച്ചിരിക്കുന്നു. അന്ന് തൊട്ടേ ഇങ്ങനെ തന്നെയാണ് അവസ്ഥ. വാതിലടച്ചിടുക. നിങ്ങൾ കോടതിയെ സമീപിച്ചു? കോടതിയെ സമീപിച്ചു. ആ ഓർഡർമേലാണ് ഇപ്പം ജീവിക്കാൻ കിട്ടിയ ഓർഡർ. കോടതിയിൽ നിന്ന് എന്താ പറഞ്ഞിരിക്കുന്നത്? ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാനെന്നാണ് പറഞ്ഞത്. അതിന് ഭർത്താവ് തയ്യാറാവുന്നില്ല. നിങ്ങൾ എന്താണ് ഈ തലാഖ് ചെയ്യാനുള്ള കാരണമായി പറഞ്ഞത്? നിങ്ങളോട് പറഞ്ഞിട്ടാണ് നിങ്ങൾ? ഒന്നും പറഞ്ഞിട്ടില്ല. തലാഖിൽ എഴുതിയത് എനിക്ക് അവരെ മുന്നോട്ട് പോകാൻ കഴിയൂല അറിഞ്ഞുകൊണ്ടാണ് തലാഖ് ചൊല്ലിയത്. എനിക്കവരെ വേണ്ടാന്ന്. നിങ്ങൾക്ക് താല്പര്യമില്ല ഇദ്ദേഹത്തിനൊപ്പം തന്നെ? എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒപ്പരാണ് ജീവിക്കാൻ താല്പര്യം. ഇദ്ദേഹം ഒന്നിനും തയ്യാറാവണില്ല, മുതലും തരാൻ തയ്യാറാവണില്ല. താനെ പോകണം എന്നാണ് പറയുന്നത്. മുതൽ എത്ര തരാനുള്ള? എന്ത് തരാനുള്ള? 42 പവനും 90,000 ഉറുപ്പ്യയുണ്ട് കിട്ടാൻ. ഒന്നും പറയണില്ല. ഞാൻ ഒന്നും കണ്ടിട്ടില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എങ്ങനെയാണ് ഇവിടെ താമസം? ഭയങ്കര ബുദ്ധിമുട്ടാണ്. തണുപ്പും പിന്നെ നായ്ക്കളെ കുട്ടിക്കാണോ ഉറക്കാൻ കിട്ടണില്ല. ഇങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. വെള്ളമൊക്കെ ഉണ്ടോ? അതോ കിണറൊക്കെ? വെള്ളം ഇത്രയും ദിവസം ഞാൻ മുക്കിയേനി. ആ മുക്കണ കപ്പി വരെ അവരെ കിണറൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് ഇപ്പം. ഇന്നലെ രാത്രി കറണ്ടൊന്നും ഇല്ലായിരിക്കും അല്ലേ? കറണ്ടൊന്നുമില്ല. അവരെന്താ പറയുന്നത്? ഇപ്പോൾ കയറാൻ വന്നപ്പോൾ തന്നെ കയറാൻ വന്നപ്പം പൂട്ടിയിട്ടില്ല. ഉപ്പ അവിടെ ഉള്ളിലുണ്ട്. കുറച്ച് കഴിഞ്ഞേരം പൂട്ടിപ്പോയി. ഇന്നെ കയറാൻ സമ്മതിക്കുന്നില്ല. അതേക്ക് ഒന്നും സംസാരിച്ചിട്ടില്ല. ഒന്നും സംസാരിച്ചിട്ടില്ല. വിളിച്ചു കൊടുത്തൊക്കെ അവർ വരുന്നില്ല. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 2015 ആഗസ്റ്റ് 15 കഴിഞ്ഞ 10 കൊല്ലത്തോളമായി. ആദ്യ സമയത്തൊക്കെ മുതലേ ഇങ്ങനെ തന്നെ ആയിരുന്നു? അല്ല, നല്ല സ്നേഹത്തോടെ ആയിരുന്നു. 3 കൊല്ലത്തോളം നല്ല സ്നേഹത്തോടെ ആയിരുന്നു. പിന്നെന്താ പറ്റിയത്? ഭർത്താവിനെ വേണ്ടാന്ന് മാത്രം പറയും, അല്ലാതെ എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു? ഉണ്ട്. ഒരിക്കൽ ഞാൻ നിറയില്ല, വിദ്യാഭ്യാസമില്ല എന്നാണ് നിരന്തരം പറയുന്നത്. ഒരു പഠിപ്പില്ലാത്തോള് അന്നാദ്യം സ്കൂളിൽ ഇടണോ, ഇതൊക്കെയാണ് ഭർത്താവിൻ്റെ ഉന്നയിക്കുന്ന കാര്യങ്ങൾ. കുട്ടിയുടെ കാര്യം പറഞ്ഞു പ്രശ്നം? കുട്ടി അവരതെല്ലാന്നൊരു ഉന്നയിക്കലുണ്ട്. അതേമാതിരി കുട്ടിക്ക് ബുദ്ധി കുറവാണെന്ന് ഇതൊക്കെയാണ് ഉന്നയിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞാണ് പ്രശ്നം തുടങ്ങി. മറ്റു സ്ത്രീയെ വിവാഹം കഴിച്ച ഞാൻ അറിയില്ല. ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞ കേട്ട് ഇങ്ങനെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അതിൽ 1.5 വയസ്സായ കുട്ടിയുണ്ട് എന്നാണ് ഇപ്പം പറയുന്നത്. എനിക്ക് ഈ മോനെ വേണ്ട എന്നാണ് പറയുന്നത്. ഇപ്പൊ കുട്ടി ഇവിടെ കിടന്നിട്ട് അവര് നോക്കുന്നൊന്നുമില്ല? ഇനി നോക്കണില്ല. കുട്ടി ഭക്ഷണം കഴിച്ചൊന്നും അന്വേഷിക്കുന്നു? ഒന്നുമില്ല. എന്തായാലും കോടതിയുടെ ഉത്തരവോടുകൂടിയാണ് യുവതിയും മകനും ഈ വീട്ടിലെത്തിയത്. പക്ഷേ വീട് പൂട്ടി പുറത്തേക്ക് പോയിരിക്കുകയാണ്. അവർക്ക് പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ഒരു സൗകര്യം പോലും ഇവിടെ നൽകുന്നുമില്ല. കിണറ്റിൽ നിന്നും വെള്ളം പോലും കോരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. എന്തായാലും ഈ കോടതി ഉത്തരവ് നടപ്പാക്കും വരെ ഇവിടെ തുടരും എന്നാണ് പറയുന്നത്. ഒന്നെങ്കിൽ ഈ വീട്ടിൽ താമസിക്കാനുള്ള അവസരം നൽകുക, അല്ലെങ്കിൽ തൻ്റെ പക്കൽ നിന്നും വിവാഹ സമയത്ത് വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മറ്റു പണവുമൊക്കെ തിരികെ നൽകുക. ഒപ്പം കോടതി നിർദ്ദേശിച്ചിട്ടുള്ള ചില
ചില കാര്യങ്ങൾ ജീവനാംശം നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ചൊരു കൃത്യമായ ധാരണയാവാതെ പോവില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇവരെ പിന്തുണയ്ക്കുന്നതിനായി സാമൂഹ്യ പ്രവർത്തകർ അടക്കമുള്ളവർ ഇവിടെ എത്തിയപ്പോഴും അവർക്കെതിരെയും മോശമായി പെരുമാറുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇക്കാര്യത്തിൽ കോടതിയെ തന്നെ സമീപിക്കാനുള്ള നീക്കമുണ്ട്. ഒപ്പം എങ്ങനെയും വീടിനുള്ളിൽ പ്രവേശിക്കുക എന്ന ലക്ഷ്യവുമായാണ് ഈ യുവതിയും കുട്ടിയും മുന്നോട്ട് നീങ്ങുന്നത്.